ഗോപാലകൃഷ്ണ, Shut up! എന്താ നിന്റെ നക്ഷത്രം? രോഹിണി. ഓ എന്റെ കർത്താവേ, ശ്രീകൃഷ്ണന്റെ നാളല്ലയോ? മാറ് മാറ് ചെറുക്കനെ ഞാനൊന്ന് കാണട്ടെ. ചായ ലേശം കൂടെ. ചായയോടെ അങ്ങനെ ശീലമൊന്നുമില്ല. ഇവനെ നിനക്ക് ഇഷ്ടായി എന്ന് പറഞ്ഞത്? ഞാനിപ്പോ വരാം. എന്റെ അമ്മയാ. നമസ്കാരം. എന്താ പേര്? ഗോപാലകൃഷ്ണൻ. ഒന്ന് എണീറ്റേ. എണീക്കാൻ. ഒന്ന് നടന്നേ. എന്താ? ഒന്ന് നടക്കണേക്ക. എന്താണ്ട് നിന്റെ കാലില് മന്തുണ്ടാ? ഏയ് മന്തൊന്നുമില്ല, ഞാൻ ചാടി കാണിച്ചിരാം. ചാടണത് വേഗം നടക്കണ. ആ മതി മതി മതി, ഇനി അവിടെ പോയിരുന്നോ. അപ്പൊ ചട്ടനും അല്ല പൊട്ടനും അല്ല. ചോദിക്കണോണ്ടൊന്നും തോന്നരുത്. സാറിന്റെ അമ്മയ്ക്ക് കുഴപ്പം വല്ലോ. അല്ല, ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. മോനൊന്നും വിചാരിക്കരുത്. ഇവന്റെ അച്ഛൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ കൂടെ വന്ന തള്ള എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതാ. എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട്. അല്ല, വളരെ പേഴ്സണലാ. ഒരു മിനിറ്റ് ഒന്ന്. ഗോപാലകൃഷ്ണന്റെ അച്ഛന്റെ സ്ഥാനം എനിക്ക്, അതുകൊണ്ട് അവന്റെ കല്യാണ കാര്യത്തില് എനിക്ക് ചില തീരുമാനങ്ങളുണ്ട്. അയ്യോ, ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ എന്റെ ഭാര്യയോടെ ശരീരം അധികം ഇളകരുതെന്നാ ഡോക്ടർ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് അവള് കേൾക്കണില്ല. തന്റെ ഭാര്യയോട് പറഞ്ഞ് അവളെ ഒന്ന് ഉപദേശിക്കാൻ പറയണം. ഗോപാലകൃഷ്ണന്റെ വിവാഹാഘോഷ കമ്മിറ്റി ചെയർമാൻ ആണെന്ന് പറഞ്ഞ ഈ ബഹളം. തനിക്ക് അവന്റെ അമ്മാവനാവാമെങ്കിൽ തന്റെ ഭാര്യ ചെയർമാൻ ആകുന്നതിൽ ഒരു തെറ്റുമില്ല. സ്വീറ്റ് സ്മെൽ. നല്ല മുല്ലപ്പൂവിന്റെ മണം അല്ലേ മല്ലികേ? എന്താ? എന്നോട് ക്ഷമിക്കണം. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങുന്നല്ലേ ഉള്ളൂ. അതിനൊക്കെ മുമ്പ് ക്ഷമിക്കണമെന്ന് പറഞ്ഞ നമുക്കൊന്നിച്ച് ജീവിക്കാൻ പറ്റില്ല. അതെന്താ? ഞാൻ വേറൊരാളുടെ കാമുകയാണ്. നോക്കി, ഭാര്യയുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാര്യങ്ങൾ കിള്ളി ചോദിച്ച് ആദ്യ രാത്രി തന്നെ അലമ്പാക്കാൻ ശ്രമിക്കുന്ന ചില വിഡ്ഢി ശിരോമണികളുണ്ട്. പക്ഷെ ഞാൻ ആ ടൈപ്പല്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞല്ല നമുക്ക് മറക്കാം. എനിക്കതിന് കഴിയില്ല. എന്നാ നിനക്കത് കല്യാണത്തിന് മുമ്പ് പറയാറുന്നില്ലേ? എനിക്കൊരു കാമുകനുണ്ടെന്നറിഞ്ഞ എന്റെ ചേട്ടന്മാരും അച്ഛനും അദ്ദേഹത്തെ വെറുതെ വിടില്ല. ആരാണ് അയാള്? ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാ. പേര് മധു. ശരി ശരി, ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ വരെ നീ ഒരുത്തന്റെ കാമുകിയായിരിക്കാം, പക്ഷെ ഇപ്പൊ നീ എന്റെ ഭാര്യ. ഞാൻ ജീവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കും. എങ്കിൽ പിന്നെ നീ എന്തിനെ കല്യാണത്തിന് സമ്മതിച്ചേ? കല്യാണം കഴിഞ്ഞ് ചേട്ടന്റെ അടുത്ത് വിവരം പറഞ്ഞ ചേട്ടൻ ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുമെന്ന് കരുതി. നീ എന്തൊക്കെയാ പറയണേ? കല്യാണം കഴിച്ച പെണ്ണിനെ ആദ്യ രാത്രി തന്നെ കാമുവിന്റെ കൂടെ പറഞ്ഞയച്ചു എന്നറിഞ്ഞാ നിന്റെ അച്ഛനും ആങ്ങളമാരും എന്നെ വെറുതെ വിടോ? എന്തായാലും എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാൻ കഴിയില്ല. ഞാൻ ഗർഭിണിയാണ്. ദയവേത് എന്നെ പറഞ്ഞു വിടണം. എന്നെ കൊണ്ടുപോകാനായിട്ട് മധുവേട്ടൻ പുറത്ത് ഓട്ടോറിക്ഷയായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ വിവരങ്ങളൊക്കെ ആ പെണ്ണിന്റെ അച്ഛനെ അറിയിച്ചിട്ടും അയാളത് ആ പെണ്ണോട് പറയാതിരുന്നു തെറ്റല്ലേ? പണ്ട് കഴിഞ്ഞ സംഗതിയല്ലേ, അത്ര പ്രശ്നമാക്കണ്ടെന്ന് അങ്ങനെ കരുതി കാണും. ഏയ് അങ്ങനെയൊന്നുമല്ല. നല്ല തങ്കം പോലത്തെ ചെക്കനെ 10 പൈസ സ്ത്രീധനം കൊടുക്കാതെ കിട്ടിയപ്പോ അങ്ങനെ മറന്നുപോയി കാണൂ. അത് തന്നെ. ആ, ഇനിയിപ്പോ ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത് ആ പെണ്ണാണ്. അച്ഛന് വേറൊരു ഭാര്യ ഉണ്ടെന്നറിഞ്ഞാ അമ്മ വെറുതെ ഇരിക്കോ? അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ. അമ്മ ആള് കൊള്ളാലോ. അവളെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നതിന് പകരം സപ്പോർട്ട് ചെയ്യാം. അവള് ചെയ്താൽ എന്താടി തെറ്റ്? ഞാനാണ് അവന് മോന്തക്കിട്ട് രണ്ടു കൊടുത്താനെ. അമ്മേ, അന്നേ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും സാറിനോട് തുറന്നു പറഞ്ഞല്ലേ. എന്നിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കടേണ്ടി വന്നു. അവർക്ക് പറഞ്ഞിരിക്കാൻ വീണ്ടും ഓരോ കാരണങ്ങളായി. കോലഷ, ഞാൻ വേറൊന്നും. ഞാൻ സാറിനെ കുറ്റപ്പെടുത്തിയതല്ല, എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. അറ്റ്ലീസ്റ്റ് കാര്യങ്ങളൊന്ന് കേൾക്കാനുള്ള സന്മനസ്സെല്ലാം കാണിക്കാൻ പറ രാധികയോട്. ഗോപാലകൃഷ്ണൻ ഞങ്ങൾ ന്യായീകരിക്കല്ല, അവൻ ചെയ്ത് തെറ്റന്നെയാ. രാധികയുടെ അച്ഛനോട് അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു എന്നത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. എനിക്കും അതന്നെ പറയാനുള്ളത്. താൻ അറിയാത്ത ഒരു രഹസ്യവും തന്റെ ഭർത്താവിനുണ്ടാവരുതെന്ന് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അതിനിവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. കാര്യങ്ങളൊക്കെ രാധികയ്ക്ക് ബോധ്യപ്പെട്ടതല്ലേ. പാവം
അവന്റെ ഇപ്പോഴത്തെ കോലം കണ്ട ആർക്കായാലും സങ്കടം വരും. അതിന് രാധിക വരില്ലാന്നൊന്നും പറഞ്ഞില്ലല്ലോ, അല്ലേ രാധികേ? എടാ, ഈ ഫ്ലാറ്റിലെ മുഴുവൻ പെണ്ണുങ്ങളും നിന്റെ ആരാധകരായത് എങ്ങനെയാ? നിന്റെ പാചക നൈപുണ്യം കൊണ്ട് രുചിയായ ഭക്ഷണം വെച്ച് വിളമ്പി കൊടുക്കാൻ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഏത് ഭാര്യയെ എന്ത് കോംപ്രമൈസിന് തയ്യാറാവും? നിനക്കറിയോ, ഒരു സ്ത്രീയുടെ മനസ്സിലേക്കുള്ള എളുപ്പ വഴി അവളുടെ നാവിലൂടെയാ. നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയുണ്ടല്ലോ, അത് അവളെ ഇവിടെ കെട്ടിയിടും. ശരിയാ, ഞാനന്ന് ലിഫ്റ്റിൽ വെച്ചുണ്ടാക്കിയ ബിരിയാണി കഴിച്ചോണ്ടായിരിക്കും അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയത്. ആഹാ, എങ്കിൽ പിന്നെ വേറൊന്നും ആലോചിക്കണ്ട, നീ വെപ്പ് തുടങ്ങിക്കോ. ഇതെവിടെ നോന്നു? ആരെങ്കിലും ഒന്ന് ഓടി വരണേ, ദേ ഒരു കൊച്ച്. ചേട്ടാ ചേട്ടാ ഒന്ന് ഓടി വന്നേ. എന്താ എന്ത് പറ്റി? ദേ ഇത് തന്നെ പറ്റിയത്. ഇതാണോ വെച്ചാ? അത് തന്നെ എനിക്കറിയാൻ പാടുള്ളത്. ആരോ വെച്ചത്? എന്റെ പൊന്നേട്ടാ, കൊച്ചിനെ പിടിച്ചൊന്ന് പുറത്തേക്ക് ഇറക്കിയേ. ദേ അച്ചാച്ചെന്നല്ലേ വിളിക്കുന്നത്. ദേ ആ കൊച്ചെന്ത് ഒച്ച വെച്ചു എന്ന് പറഞ്ഞത് അച്ഛൻ നാക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, വേണ്ട. ഞാൻ ഈ സാധനത്തിനെടുത്ത് പുറത്തേക്കാൻ പോവാ. എന്നിട്ട് വേണം വല്ല വണ്ടി കയറി ഞങ്ങൾ സമാനം പറയാൻ. എടുത്തോട്ട് പോടാവുന്നു. ഞാൻ ഇവിടെ കൊണ്ടുപോവാ. തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിലേക്കാ? പിന്നെ അല്ല. എന്റെ ചേട്ടാ, എനിക്ക് കുട്ടികളുണ്ടാവാറായിട്ടില്ല. എന്താ തന്നെ ആണല്ലേ? അയ്യോ അതല്ല, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചാലേ ഉള്ളൂ. ഭാര്യ ആണെങ്കിൽ പണി വീട്ടിൽ പോയിരിക്കാം. അതിന്റെ ഇടയിൽ അവിടെ നിന്ന് എങ്ങനെ ഒരു കുരുത്തക്കെട്ട കൊച്ച്? ചേട്ടാ ഇതെന്റെ കൊച്ചല്ല. തന്റെ കൊച്ചല്ല അല്ലേ? എന്നാലും അനാഥാലയത്തിനും കൊണ്ടാക്കണോ? പിന്നെ ഈ കൊച്ചിനെ ഈ പരിസരത്തെങ്ങാനും ഇട്ടാലുണ്ടല്ലോ, തന്റെ കൈയും കാലും ഓടിച്ച് ചവിട്ടിക്കൂട്ടി ചിരട്ടയിലാക്കി പുഴയിലൊഴുക്കും. അനാഥാലയം പോട്ടാറക്കാൻ നീങ്ങി കൊച്ച്. ആരെപ്പോ ഒന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ കുട്ടി അവരുടെ കൂടെ പറഞ്ഞുവിടാം. എനിക്ക് യാതൊരു പരാതിയില്ല. പിന്നെ അത് ഒരു അത്യാവശ്യത്തിന് ദാ ഈ പണം മുഴുവൻ വെച്ചോളൂ. അതുപോലെ എന്താ ആവശ്യം വന്നാലും എന്നെ വിളിക്കാൻ മടിക്കണ്ട, എന്റെ ഫോൺ നമ്പർ. അയ്യോ, ഇനി നമ്മൾ തമ്മിലൊരു ബന്ധമില്ല കേട്ടോ. എന്ന് ഞാൻ പറട്ടെ. എന്നെ നോക്കി ചാച്ചാന്നൊക്കെ വിളിച്ച് അച്ഛനാക്കാൻ നോക്കല്ലേ കൊച്ച്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ അമ്മയോട് ചോദിച്ചോളാം പറയായിരുന്നു ഞാൻ കൊച്ചിനോട്. ചോദിച്ചോളൂ അമ്മയോട് ചോദിച്ചോളൂ. ആ പോയത് നിന്റെ അച്ഛനാണെന്ന് നിന്റെ അയാളുടെ മുഖം കണ്ടാൽ അറിയത്തില്ലേ? ആഹാ, രാധിക വന്ന് കയറിയ സമയം എത്ര കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു ഗോപാലകൃഷ്ണൻ. അതാണ് ഈ മനപ്പുറത്തെന്ന് നീ പറയുന്നത്. ചെന്ന് ഫോൺ എടുക്ക്. അയാള് തന്ന നമ്പർ തന്നെയാണല്ലോ ഇത്, ആരും എടുക്കുന്നില്ലല്ലോ. ഹലോ ഹലോ, ഗോപാലകൃഷ്ണന്റെ വീടല്ലേ? അതെ. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. എന്താ കാര്യം? ഇത് സെന്റ് മേരീസ് ഓർഫനേജിന്നാ. കുറച്ചു മുമ്പ് ഗോപാലകൃഷ്ണൻ അയാളുടെ കുട്ടി ഇവിടെ ഏൽപ്പിച്ചിരുന്നു. പക്ഷെ പേരെന്താന്ന് പറഞ്ഞില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെക്കാമോന്ന് അറിയാൻ വേണ്ടിട്ടാ വിളിച്ചത്. ഹലോ ഹലോ ഹലോ, എന്താ എല്ലാരും കൂടെ? വാ. അവളുടെ നന്മയ്ക്ക് വേണ്ടിയെങ്കിലും നീ തിരിച്ചു പോയേ പറ്റൂ. അച്ഛൻ പറഞ്ഞ ശരിയാ മോളെ, പക്ഷെ നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം നിന്റെ കൂടെ. ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കില് ഏത് പട്ടാളം വന്നാലും ഒരു ചുക്കും നടക്കില്ല. അയ്യോ, ഇത്തിരി പൂന്തോട്ടി പറിക്കാൻ വന്നതാ മക്കളെ. ഒരു പതിവ്രതകള്. ഇതെന്താ വെള്ളം? അത് നീ കുടിച്ചാ മതി. നിന്നെ എന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ കൊണ്ടുവരണമെന്ന് നിനക്കറിയോ? എന്തിനാ? അതെടുക്കടേ. ഓരോ വലിയ വലിയ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാര് കോണ്ടിനെന്റൽ, കീണ്ടിനെന്റൽ, ഫുഡിങ്, ബാസ്റ്റഡ്. ബാസ്റ്റഡ് എന്ന് പറഞ്ഞ തന്തയിലാത്ത കസ്റ്റാർഡാ. അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അതിനൊരു തട, അതാണ് നീ. പക്ഷെ അവിടെയൊക്കെ നാണം കണ്ടത് ഞാനാണല്ലോ. നീ എന്ത് നാണം കെട്ടുന്ന ഈ പറയണേ? ഞാൻ നാണം കെട്ടിട്ടില്ല. എന്താ? ഒന്നും ഓർമ്മയില്ല. ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. ഇന്നത്തെ സംഭവം വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. ആ പട്ടൻ രാമസ്വാമിയുടെ വീട്ടിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ട്. മൂക്കറ്റ നിങ്ങൾ കുടിച്ചിരുന്ന ഓർമ്മയുണ്ട്. സ്വകാര്യമായിട്ട് തിന്നാൻ വേണ്ടി ഒരു കരിമീന്റെ പൊതിയെടുത്തു. മീൻ എവിടെയാണ് ചോദിച്ചത്? നമ്മൾ തമ്മിൽ ഇതുപോലെ ഉന്തും തള്ളുണ്ടായപ്പോ അത് തിന്നരുതെന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു. അതിന്റെ ഇടയിൽ ആ കരിമീൻ തെറ്റി മറ്റേ അടപ്രഥമന്റെ ഉള്ളിലെ വീണത്. അയ്യോ, എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് പോലെ അടിക്കാതെ ആ അടപ്രഥമന്റെ ഉള്ളിൽ ഇറങ്ങി കിടന്ന് തപ്പി. കിട്ടിയില്ല. ആ സംഭവം അങ്ങനെ ആ പട്ടമാര് കണ്ടിരുന്നു. കണ്ടല്ലോ. അത് പോട്ടെ, അവന്മാരങ്ങനെ ആ പായസം കുടിക്കുമ്പോൾ ആ മീന്റെ കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ
അതിന്റെ കാശും കൂടി ഞാൻ മേടിക്കും. ഇനി ഞാൻ ഇവിടുന്ന് കൊലപാതകയാവും. ഒരു സ്മോൾ അടിച്ചിട്ട് പോടാ. അടിച്ചന് അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി. ലാസ്റ്റ് സപ്പറോടോ